2025 വെഡിങ് പ്ലാൻ ചെയ്തേക്കുന്ന ഒരു കപ്പിളാണോ നിങ്ങൾ നിങ്ങളുടെ വെന്യൂ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങളൊരു ഡെസ്റ്റിനേഷൻ വെഡിങ്ങോ ഇൻറ്റിമേറ്റ് വെഡിങ്ങോ ആണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്ന ഗസ്റ്റിൻ്റെ കപ്പാസിറ്റി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ആ ഹോളിനുണ്ടോ അല്ലെങ്കിൽ ആ ഒരു വെന്യൂനുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക. 2, വരുന്ന ഗസ്റ്റുകളുടെ എല്ലാം പാർക്കിങ്ങും മറ്റു കാര്യങ്ങളും അനുബന്ധ സംവിധാനങ്ങളെല്ലാം അതിനുള്ള നെസറി സംവിധാനങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. 3, നിങ്ങളുടെ മനസ്സിൽ ഡെക്കറിന് ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡെക്കർ അവിടെ സെറ്റപ്പ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ, ആ ഹോളിന് ആ സൈസ് ഉണ്ടോ, ആ ഹോളിൻ്റെ സ്റ്റേജിൻ്റെ ഡയമെൻഷൻസ് അതിന് മാച്ച് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഔട്ട്ഡോർ സ്പേസ് ആണെങ്കിൽ ഔട്ട്ഡോർ സ്പേസിൽ അത്രയും പ്ലാറ്റ്ഫോം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടോ. അങ്ങനെ ഡെക്കറും ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്യാൻ, കേറ്ററിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിനുള്ള സ്ഥല സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. 4, നിങ്ങളുടെ ലൊക്കേഷൻ. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഗസ്റ്റുകൾ വരുന്നുണ്ടായിരിക്കും. ഇവർക്ക് എല്ലാവർക്കും ഇല്ലെങ്കിൽ പോലും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വെന്യൂവായിട്ടുള്ള കോൺട്രാക്ട് പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഒപ്പിട്ട് കൊടുക്കാൻ എന്നുള്ളതാണ്. കാരണം പലപ്പോഴും കോൺട്രാക്റ്റിനകത്ത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു ഗ്രാൻഡ് എൻട്രിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂൾ ഫയറോ കോൺഫിറ്റി പൈറോസ് അങ്ങനെയുള്ള സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ കോൺട്രാക്റ്റിനകത്ത് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരിക്കും. ഒരു വെന്യൂ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് പ്രോപ്പർ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യാം.